ഹരേ കൃഷ്ണ. എൻ്റെ സ്വന്തം ഗുരുവായൂരപ്പ എന്ന് പറയുന്ന ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ വീഡിയോ നമ്മൾ എല്ലാവരും കേട്ടു എന്ന് വിചാരിക്കുന്നു അല്ലേ? അതിൽ ഗുരുവായൂരപ്പൻ്റെ പല ലീലകളുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഭഗവാൻ ഗോലോക വൃന്ദാവനത്തിൽ നിന്നും എങ്ങനെ ഈ ഭൂമിയിലേക്ക് അവതരിച്ചു എന്നതിനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ കുറേ വീഡിയോകളിൽ ചർച്ച ചെയ്യുന്നത്. ഇത് ഗർഗഭാഗവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഗർഗഭാഗവത്തിൽ പറയുന്ന പല കഥകളും നമ്മൾ ശ്രീമദ് ഭാഗവത്തിൽ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാനെപ്പോഴും പറയുന്ന പോലെ ഗർഗഭാഗവത്തിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ഉണ്ട്. അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പൂതനാമോക്ഷം വരെയാണ് ചർച്ച ചെയ്തത്. ഇന്നത്തെ വീഡിയോയിൽ തൃണാവർത്ത മോക്ഷമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അന്നേരം വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നു, നമുക്ക് ഇതിൽ പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അത് കൂടാതെ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസും നമുക്ക് ഗർഗഭാഗത്തിലൂടെ ലഭിക്കും. സർവോപരി നമ്മുടെ ഗുരുവായൂരപ്പൻ ചെയ്ത ലീലകളെ ചർച്ച ചെയ്യാനും കേൾക്കാനും ഉള്ള നല്ലൊരു അവസരം കൂടെയാണിത്. നമുക്ക് തുടങ്ങാം. അതിന് മുമ്പായിട്ട് ഗുരുപ്രണാമ മന്ത്രങ്ങൾ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ദുഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാഘായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകദാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗ്നരഘുനാഥാൻവിദം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹനലളിതാ ശ്രീവിശാഖാൻവിദംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിധി നാമിനേ. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനേ ഗൗരഖദാധാമധായ നഗരഗ്രാമതാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതീ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീ നാമിനേ. ശിവാശവാനുവീ ദേവി ദൈതായ കൃപാബ്ദേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനി പ്രഭുവേ നമഃ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗഭക്തിദ ശ്രീഗൗരകരുണാ ശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാനുഗമൃതപസിദ്ധാന്തദ്വന്ദ്വഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തേ വിപ്രലംബരസാംബോധേ പാദാംബുജായതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗൗരായ ഗൗരാവിർഭാവഭൂമൈസ്ത്വം നിർദ്ദിഷ്ടസജ്ജനപ്രിയ വൈഷ്ണവസർവഭൗമ ശ്രീജഗന്നാഥായ തേ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനേ ഗൗരത്വസേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതി ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. ജയതാം സുരതോപങ്കോർമമ മന്ദമതേർഗതി മത്സർവസ്വപാദാംബുജോ രാധാമദനമോഹന ദിവ്യവൃന്ദാരണ്യകൽപദ്രുമദ ശ്രീമദ് രത്നാകാരസിംഹാസനസ്തു ശ്രീമദ് രാധാശീലഗോവിന്ദദേവോ പൃഷ്ഠാദപി സേവ്യമാനോ സ്മരാമി. ശ്രീമദ്രാസരസാരംഭീ വംശീവരത്തരസ്ഥിത കർഷൻ വേണുസ്വനേർഗോപേർഗോപീനാഥശ്രീയസ്തുന തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ
ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ. മുഖം കരോതി വാചാലം പങ്കും ലങ്കായി തീഗ്രീം യത്കൃപാജലം വന്ദേ ശ്രീഗുരും ദിനതാരിണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യമീശ്വരം. ഹരി ഓം തത്സത്. നമുക്ക് ചർച്ച തുടരാം. ശകടാസുരൻ്റെയും തൃണാവർത്തൻ്റെയും മോക്ഷത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്നാൽ ഈ ഗർഗഭാഗവതം ഗർഗമഹർഷി ഗർഗമുനി ശൗനകാദി ഋഷികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. അതിൽ പറയുന്നത് പ്രകാരം ഇതിന് മുമ്പായിട്ട് ഭഗവാനെക്കുറിച്ച് മിഥിലയിലുള്ള രാജാവ് ബഹുലാശ്വ രാജാവ് നാരദ മഹർഷിയെടുത്ത് ഭഗവാനെക്കുറിച്ച് ചോദിച്ചിരുന്നു. അതിൻ്റെ ഉത്തരവായിട്ട് പറയുന്ന സമയത്താണ് നമ്മൾ ഇവിടെ ചർച്ച ഭഗവാന്റെ ലീലകളൊക്കെ പറഞ്ഞിരുന്നു. അന്നേരം അത് തന്നെയാണ് നാരദ മഹർഷിയും ബഹുലാശ്വ രാജാവുമായിട്ട് നടന്ന ആ ചർച്ചയാണ് ഗർഗ മഹർഷി ഇവിടെ ആവർത്തിച്ച് പറയുന്നത്. അന്നേരം നമുക്ക് ചർച്ച തുടരാം. ഇവിടെ ഗർഗ മഹർഷി പറയുന്നു, ആരാണോ ഭക്തിയോടുകൂടി ഭഗവാന്റെ ഈ അതീന്ദ്രിയ ലീലകൾ ചർച്ച ചെയ്യുന്നത്, കേൾക്കുന്നത്, അവർക്ക് അവരുടെ ജീവിതം സഫലമാകും. ഇതിലൊരു സംശയമില്ല എന്നാണ് ഗർഗ മഹർഷി പറയുന്നത്. ശൗനകാദി ഋഷികൾ പറഞ്ഞു, അങ്ങയിൽ നിന്നും ഭഗവാന്റെ അതിമനോഹരമായിട്ടുള്ള ലീലകൾ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു. അത് നമുക്ക് കേൾക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമാണ് എന്ന് ശൗനകാദി ഋഷികൾ പറയുകയാണ്. പിന്നെ ശൗനകാദി ഋഷികൾ ചോദിച്ചു, ഭഗവാന്റെ ഉത്തമ ഭക്തനായ ബഹുലാശ്വ രാജാവ് നാരദ മഹർഷിയെടുത്ത് പിന്നെ എന്തൊക്കെയാണ് ചോദിച്ചത്, അതിനെക്കുറിച്ച് അങ്ങ് കാരുണ്യപൂർവ്വം പറഞ്ഞു തരണമെന്ന്. ഗർഗമുനി പറഞ്ഞു, മിഥിലയിലെ രാജാവായ ബഹുലാശ്വ രാജാവ് പൂതനാമോക്ഷത്തെക്കുറിച്ച് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷവും ഉള്ളിൽ ഭഗവാനോടുള്ള ഭക്തി ഒരുപാട് വർദ്ധിച്ചു. എന്നിട്ട് അദ്ദേഹം നാരദ മഹർഷിയോട് ഇങ്ങനെ ചോദിച്ചു. ബഹുലാശ്വ രാജാവ് പറയുന്നു, നാരദ മഹർഷി, അങ്ങയുടെ കാരുണ്യത്താലാണ് നമുക്ക് ഇതെല്ലാം കേൾക്കാൻ പറ്റുന്നത്. ഞാൻ ഭാഗ്യവാനായി, ഞാൻ ധന്യനായി. അങ്ങ് ഭഗവാന്റെ ഏറ്റവും ഉത്തമ ഭക്തനാണ്. അങ്ങനെപ്പോലുള്ളൊരു ശുദ്ധ ഭക്തൻ്റെ ഒരു സാന്നിധ്യം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് മഹാസൗഭാഗ്യമാണ്, ഏറ്റവും ദുർലഭമായിട്ടുള്ളൊരു കാര്യമാണ്. ഭഗവാൻ കുഞ്ഞായിട്ടിരുന്നപ്പോൾ വേറെ ഏതൊക്കെ ലീലകളാണ് ചെയ്തത്, അത് കേൾക്കാൻ ഭക്തർക്ക് വലിയ ഇഷ്ടമായിരിക്കും. കാരുണ്യപൂർവ്വം അതെല്ലാം പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, ഭഗവാന്റെ ഭക്തനായതുകൊണ്ട് അങ്ങ് ചോദിച്ച ചോദ്യം ഏറ്റവും ഉത്തമമാണ്. അങ്ങേപ്പോലുള്ള ഭക്തരുമായിട്ടുള്ള സമ്പർക്കത്താൽ മറ്റു ഭക്തർക്കും ആനന്ദവും അവരുടെ ജീവിതം മംഗളകരമായി മാറുകയാണ്. അങ്ങനെ നാരദ മഹർഷി പറയുകയാണ്. എന്നിട്ട് നാരദ മഹർഷി പറഞ്ഞു, ഭഗവാന്റെ പിറന്നാൾ വന്ന ആ സമയത്ത് നന്ദമഹാരാജും യശോദാമ്മയും ഗോപന്മാരെയും ഗോപികമാരെയും എല്ലാവരെയും വിളിച്ചു. ഭഗവാന് വേണ്ടുന്ന ശുഭ ചടങ്ങുകളൊക്കെ ചെയ്യാനുള്ള ആ ഒരു കാര്യങ്ങളിലേക്ക് കടന്നു. ഭഗവാനെ ചുവന്ന വസ്ത്രം കൊണ്ട് അലങ്കരിച്ചു. ഭഗവാന്റെ ദേഹത്തൊക്കെ പല പല ആഭരണങ്ങളും ധരിച്ചു. ഭഗവാന്റെ അതിസുന്ദരമായിട്ടുള്ള താമര കൺമഷി കൊണ്ട് എഴുതി. പിന്നെ നല്ല ചന്ദ്രനെ പോലെ തിളങ്ങി നിൽക്കുന്ന ഒരു മുത്തുമാല ധരിച്ചിട്ടുണ്ട് ഭഗവാൻ. എന്നിട്ട് സിംഹത്തിൻ്റെ നഖം അതിൻ്റെ ലോക്കറ്റായിട്ടുണ്ടായിരുന്നു. ദേവന്മാരോടെല്ലാം
ഭഗവാന് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരുപാട് ദാനധർമ്മങ്ങൾ, ഒരുപാട് സമ്പത്ത് ബ്രാഹ്മണർക്ക് നൽകി. ഇത് ഭഗവാന്റെ പിറന്നാളല്ല, ഭഗവാന്റെ ജന്മനക്ഷത്രം വന്നപ്പോൾ, അതായത് ഭഗവാൻ അവതരിച്ചതിന് ശേഷം, ഭഗവാൻ വന്നതിന് ശേഷം അടുത്ത മാസം അതേ നക്ഷത്രം വന്ന ആ ദിവസം, ആ ഒരു ശുഭദിനത്തിൽ ഭഗവാനെ തൊട്ടിലിൽ കടത്തി. എന്നിട്ട് ഗോപികമാരുമായിട്ടൊക്കെ അവരുമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ ഗോപന്മാർ വന്നപ്പോൾ അവരെല്ലാവരും അവരുടേതായിട്ടുള്ള മുറികളിലേക്ക് വിശ്രമിക്കാനും അവരുടെ കാര്യങ്ങൾ ചെയ്യാനുമായിട്ട് പോവുകയാണ്. അന്നേരം പല പല ഗോപന്മാരും ഗോപികമാരും ഒക്കെ അവിടെ വന്നിരുന്നു. അതുകൊണ്ട് ഭഗവാൻ കരയുന്നത് ആരും കേട്ടില്ലായിരുന്നു. അതേ സമയത്ത് ഉത്കജൻ എന്ന് പറയുന്ന ഒരു അസുരൻ, കംസനയച്ച ഒരു അസുരനാണ് ഉത്കജൻ. അവൻ്റെ ശരീരം വായു കൊണ്ട് നിർമ്മിച്ചതാണ്, അതുകൊണ്ട് ആർക്കും കാണാൻ കഴിയില്ല. അന്നേരം ഉത്കജൻ പറയുന്ന ഈ അസുരൻ ഒരു ശകടത്തെ കണ്ടു. ഒരു കാളവണ്ടിയുടെ, ഒരു കാളയില്ല, പക്ഷെ വണ്ടി മാത്രം, ആ ഒരു വണ്ടിയെ കണ്ടു. എന്നിട്ട് ആ ശകടത്തെ ഭഗവാന്റെ മുകളിലേക്ക് എറിഞ്ഞ് ഭഗവാനെ കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ്. അന്നേരം ആ ശകടത്തെ ഉയർത്തി ഭഗവാന്റെ മുകളിലോട്ട് ഇടാനായിരുന്നു ഈ ഉത്കജൻ്റെ പദ്ധതി. അപ്പം ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാന്റെ തൃക്കാല് വെച്ച് ഒരു കിക്ക്, ഒരു തൊഴി, അല്ലേ? അന്നേരം ഫുട്ബോൾ പൊങ്ങുന്ന പോലെ അവൻ തെറിച്ചങ്ങ് പോയെന്നല്ലോ. അന്നേരം അത് കൂടാതെ ഭഗവാന്റെ ആ തൊഴി കിട്ടിയ ഉടൻ തന്നെ ആ ശകടം തുണ്ടം ആയെന്ന് പറയുന്നു. എന്നിട്ട് ആ അസുരനും വീണു എന്നുള്ളതാണ്. എന്നിട്ട് അവൻ്റെ ശരീരം നശിച്ചു. ഭഗവാന്റെ തൊഴി കൊണ്ട് അവൻ മരിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് ഇത്രയും സൂക്ഷ്മ ശരീരമായിട്ടും ഭഗവാൻ ആ ശകടത്തെയാണ് ചവിട്ടിയത്. പക്ഷെ എന്നിട്ടും ആ ശകടവും തവിട് പൊടിയായി. അതുകൂടാതെ ആ ഉത്കജൻ്റെ ശരീരവും നശിച്ചു എന്നുള്ള, അവൻ മരിച്ചു. എന്നിട്ട് അവന് മോക്ഷം ലഭിച്ചു, ഭഗവാന്റെ ആധ്യാത്മിക ലോകത്തേക്ക് പോയി. കാരണം ഭഗവാന്റെ തൃപ്പാദം കൊണ്ടാണല്ലോ ചവിട്ടി കിട്ടിയത്. എന്നിട്ട് ഭഗവാന്റെ മുമ്പിൽ തൊഴുതു. എന്നിട്ട് ഒരു 100 കുതിരകൾ നയിക്കുന്ന ഒരു രഥത്തിൽ കയറി നേരെ ഭഗവാന്റെ ഗോലോകത്തേക്ക് പോയെന്ന് പറയുന്നു. ഭാഗ്യവാനല്ലേ? അപ്പോഴേക്കും നന്ദമഹാരാജും മറ്റ് ഗോപന്മാരും ഗോപികമാരും എല്ലാവരും ഓടി അവിടെ എത്തി. എന്നിട്ട് അവരെല്ലാവരും വിചാരിച്ചു, ഈ ശകടം എങ്ങനെയാണ് ഇങ്ങനെ ചെതറിയത്? എന്നിട്ട് കുട്ടികളോട് ചോദിച്ചു, കുട്ടികളെ, നിങ്ങളിവിടെ ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ എന്താ കണ്ടതെന്ന് പറയും. അപ്പോൾ കുട്ടികൾ പറഞ്ഞു, നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഇവിടെ തൊട്ടിൽ കിടന്നുകൊണ്ട് കരയുകയായിരുന്നു, പാലിന് വേണ്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഇങ്ങനെ കാലിട്ട് ഇങ്ങനെ തൊഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് അപ്പോഴേക്കും ഈ ശകടം അടുത്തോട്ട് വരികയായിരുന്നു. അപ്പോഴേക്കും ഈ കുട്ടി ശകടത്തെ ഒരു ചവിട്ടി. അത് ആ ഒരു കാല് വെച്ച് ആ ശകടത്തിന് ആ തൊഴി കിട്ടിയ ഉടൻ തന്നെ ആ ശകടം തവിട് പൊടിയായെന്ന് പറഞ്ഞു. എന്നാൽ ഇത് കേട്ടിട്ട് ഗോപന്മാർക്കും ഗോപികമാർക്കും വിശ്വസിക്കാനായില്ല. അന്നേരം ഇവിടെ പറയുന്നു, ഭഗവാന് 3 മാസമായിരുന്നു പ്രായം. അന്നേരം മിക്കവാറും ഇത് ഭഗവാൻ അവതരിച്ചിട്ട് 3ാമത്തെ മാസത്തിലായിരുന്നു ഭഗവാന്റെ ഈ നക്ഷത്രം വരുന്നത്. അന്നേരം ആദ്യത്തെ മാസം കഴിഞ്ഞപ്പോഴും ചടങ്ങ് കഴിഞ്ഞ് കാണും. പിന്നെ ഇത് 2ാമത്തെ മാസം. അന്നേരം ഭഗവാൻ അവതരിച്ചിട്ട് 3 മാസമായി എന്ന് പറയുന്നു. അന്നേരം ഇവിടെ പറയുന്നു, വെറും 3 മാസം പ്രായമുള്ളൊരു കുട്ടി എങ്ങനെയാണ് ഇത്രയും വലിയൊരു ശകടത്തെ ചവിട്ടുക? അപ്പോഴേക്കും ഗോമാരെല്ലാവരും വിചാരിച്ചു, ഏതോ പിശാചോ ഭൂതപ്രേതങ്ങളോ ആയിരിക്കും. ഉടൻ തന്നെ യശോദാമ്മ ഉണ്ണിക്കണ്ണനെ മടിയിലെടുത്തു. എന്നിട്ട് ബ്രാഹ്മണർക്കെല്ലാം പല ദാനധർമ്മങ്ങളും ചെയ്തു. എന്നിട്ട് ഉണ്ണിക്കണ്ണന് വേണ്ടി ഒരു യജ്ഞം തന്നെ ചെയ്യിപ്പിച്ചു. അപ്പോൾ ഈ ബഹുലാശ്വ രാജാവ് നാരദമഹർഷിയെടുത്ത് ചോദിക്കുകയാണ്, ഈ ഭാഗ്യശാലിയായിട്ടുള്ള ഈ അസുരൻ ആരായിരുന്നു? ഈ ഉത്കജൻ പൂർവ്വജന്മത്തിൽ ആരായിരുന്നു?
ഭഗവാന്റെ തൃപ്പാദം കൊണ്ടതോടുകൂടി അവന് ആധ്യാത്മിക ലോകത്തിൽ പ്രവേശനം ലഭിച്ചിട്ടില്ലേ? ആരാണ് ഈ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, ഈ ഉത്കജൻ എന്ന് പറയുന്നത് ഹിരണ്യകശിപുവിൻ്റെ മകനായിരുന്നു. ഈ ഉത്കജൻ ഒരിക്കൽ ലോമശ ഋഷിയുടെ ആശ്രമത്തിലേക്ക് പോയി കുറേ മരങ്ങളെ തകർത്തിരുന്നു. എന്നിട്ട് ഈ ഉത്കജനെ കണ്ടുടൻ തന്നെ ആ ലോമശ ഋഷി ക്രുദ്ധനായി ശപിച്ചു, നിൻ്റെ ഈ സ്ഥൂല ശരീരം നശിക്കട്ടെ എന്ന്. ഉടൻ തന്നെ ഉത്കജൻ്റെ ശരീരം ഋഷിയുടെ മുമ്പിൽ തന്നെ നശിച്ചു പോവുകയാണ്. ഉടൻ തന്നെ ഉത്കജൻ ലോമശ ഋഷിയുടെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിക്കുകയാണ്. ഉത്കജൻ പറഞ്ഞു, എന്നോട് കാരുണ്യം കാണിക്കണം, എനിക്ക് അങ്ങയുടെ ശക്തിയെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു, എൻ്റെ ശരീരം തിരിച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, അങ്ങനെ ഉത്കജൻ മാപ്പ് ചോദിച്ചപ്പോൾ ലോമശ ഋഷി സന്തുഷ്ടനായി. എന്നിട്ട് അദ്ദേഹം അനുഗ്രഹിച്ചു, നിനക്ക് വായുവിൻ്റെ ഒരു ശരീരമായിരിക്കും ലഭിക്കുന്നത്. എന്നിട്ട് ഈ ചാക്ഷുഷ മന്വന്തരം കഴിഞ്ഞിട്ട് വൈവസ്വത മന്വന്തരം വരുമ്പോൾ സാക്ഷാൽ ഭഗവാന്റെ തൃപ്പാദം കൊണ്ട് നിനക്ക് മോക്ഷം ലഭിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ലോമശ ഋഷിയുടെ അനുഗ്രഹത്താലാണ് ഉത്കജന് ഈ മോക്ഷം ലഭിച്ചത്. എന്നിട്ട് നാരദ മഹർഷി പറയുന്നു, അങ്ങനെയുള്ള ഭഗവാന്റെ ശ്രേഷ്ഠരായ ഭക്തരെ ഞാൻ നമസ്കരിക്കുന്നു. അങ്ങനെയുള്ള ഋഷിമാർക്ക് ആരെയും ഭഗവാന്റെ ലോകത്തേക്ക് എത്തിക്കാൻ പറ്റും എന്ന് നാരദ മഹർഷി പറയണം. എന്നിട്ട് ബഹുലാശ്വ രാജാവിനോട് പറയുന്നത്, അവൻ്റെ ചരിതം പറയുന്നത് തുടരുകയാണ്. പറഞ്ഞു, ബഹുലാശ്വ രാജാവ് ഒരു ദിവസം ഭഗവാൻ യശോദ അമ്മയുടെ മടിയിൽ ഇങ്ങനെ കളിക്കുകയായിരുന്നു. എന്നിട്ട് അമ്മ ഇങ്ങനെ ഉണ്ണിക്കണ്ണനെ ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭഗവാനെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യശോദ അമ്മയ്ക്ക് ഭഗവാനെ പിടിക്കാൻ പറ്റുന്നില്ല, മടിയിലിരുത്താൻ പറ്റുന്നില്ല. കാരണം വലിയൊരു പർവ്വതത്തിൻ്റെ ഭാരം ഭഗവാന് അത്രയും ഭാരം യശോദാമ്മയ്ക്ക് അനുഭവപ്പെടുകയായിരുന്നു. യശോദാമ്മയ്ക്ക് വലിയ അത്ഭുതമായി. യശോദാമ്മ ചിന്തിച്ചു, എൻ്റെ കുഞ്ഞെങ്ങനെ ഇത്രയും വലിയ ഭാരം കൂടിയത്? ഉടൻ തന്നെ ഭാരം സഹിക്കാൻ പറ്റാതെ ഭഗവാനെ തറയിലിരുത്തുകയാണ്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് യശോദാമ്മ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതേ സമയത്ത് വളരെ ശക്തനായിട്ടുള്ള തൃണാവർത്തൻ കംസനയച്ച വലിയ കൊടുങ്കാറ്റായിട്ട് ചുഴലിക്കാറ്റുമായിട്ട് വ്രജത്തിലേക്ക് എത്തുകയാണ്. എന്നിട്ട് ഭഗവാൻ അപ്പം തറയിൽ ഇങ്ങനെ ഇരുന്ന് കളിക്കുകയായിരുന്നു. കറങ്ങി വന്നിട്ട് ഭഗവാനെ തൂക്കി ഒറ്റ പോക്കായിരുന്നു. ഈ കൊടുങ്കാറ്റ് കാരണം ആർക്കും ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. വളരെ ശക്തമായിട്ട് വളരെ ശബ്ദമൊക്കെ ഉണ്ടാക്കിയായിരുന്നു ഈ കാറ്റ് ഇങ്ങനെ വീശിക്കൊണ്ടിരുന്നത്. ഏകദേശം 1 മണിക്കൂറായിട്ട് ഈ കൊടുങ്കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കാരണം ആർക്കും ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. യശോദാമ്മയ്ക്ക് കുഞ്ഞിനെയും കാണാൻ പറ്റുന്നില്ല. ഭവനത്തിലെ അങ്കണത്തിൽ നോക്കിയപ്പോഴത്തേക്ക് ഭഗവാനെ കാണുന്നില്ല. ഉടൻ തന്നെ യശോദാമ്മ മുകളിലോട്ട് ആകാശത്തേക്ക് നോക്കി. ഇവിടെ എല്ലായിടത്തും നോക്കി, പല സ്ഥലങ്ങളിലും നോക്കി, എങ്ങും കാണാതെ ആയപ്പോൾ യശോദാമ്മ ബോധം കെട്ടി വീഴുകയാണ്. എന്നിട്ട് ഉറക്കെ ഒരു പശുക്കുട്ടിയെ നഷ്ടപ്പെട്ട പശു എങ്ങനെയാണോ കരയുന്നത് അതേപോലെ യശോദാമ്മ കരയാൻ തുടങ്ങി. ഇത് കണ്ടിട്ട് ഗോപികമാർക്ക് ഒരുപാട് വിഷമമായി. ഗോപികമാരും അടുത്ത് വന്ന് യശോദാമ്മയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അവരും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും ഭഗവാനെ എല്ലായിടത്തും അന്വേഷിക്കുകയാണ്. അപ്പോഴേക്കും തൃണാവർത്തൻ ഭഗവാനെ കൊണ്ട് ഇവിടെ പറയുന്നു 12 ലക്ഷം കിലോമീറ്റർ മുകളിലോട്ട് പോയത്. ഉണ്ണിക്കണ്ണനെയും കൊണ്ട് 12 ലക്ഷം കിലോമീറ്റർ ആകാശത്തേക്കൊന്ന് ഉയർന്നു. എന്നിട്ട് ഭഗവാനെ തോളത്തായിരുന്നു ഇരുത്തിയിരുന്നത്. പക്ഷേ തൃണാവർത്തൻ നോക്കിയപ്പോൾ
ഭഗവാന്റെ ഭാരം സുമേരു പർവ്വതത്തിൻ്റെ അത്രയും കൂടിയെന്നുള്ളതാണ്. അതായത് സുമേരു പർവ്വതം എന്ന് പറയുന്നത് എന്തുവരിക, ഭൂമണ്ഡലത്തിൻ്റെ ഏറ്റവും മധ്യത്തിൽ ജംബൂദ്വീപിലുള്ള ഈ ലോകത്തിലെ ഏറ്റവും വലിയ, ഈ ബ്രഹ്മാണ്ടത്തിലെ ഏറ്റവും വലിയ പർവ്വതമാണ്. അങ്ങനെ അത്രയും ഭാരം ഭഗവാന്റെ കൂടിയെന്നുള്ളതാണ്. അതുപോലെ തൃണാവർത്തനെ താങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഭഗവാൻ എങ്ങനെയെങ്കിലും താഴെ ഇടണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഉടനെ ഭഗവാൻ എന്ത് ചെയ്തു, അവൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചു. അന്നേരം വലിയ സുമേരു പർവ്വതത്തിൻ്റെ ഭാരം പിന്നെ കഴുത്തിലും ഭഗവാൻ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുക. അന്നേരം ഉടനെ തൃണാവർത്തൻ പറഞ്ഞു, എന്നെ വിടൂ എന്ന്. അപ്പോഴേക്കും ഭഗവാൻ കഴുത്തെ പിടിക്കുക മാത്രമല്ല, കഴുത്ത് ഞെരിച്ചു കൊല്ലും. അന്നേരം ഈ തൃണാവർത്തൻ്റെ സൈസ് എന്തുമായിരിക്കും, ഭഗവാൻ ആകെ ഇത്രയും കുഞ്ഞ് കൈവച്ച് ഒന്ന് അമർത്തിയാൽ മതി. ഉടനെ ഭഗവാൻ കുഞ്ഞാണെങ്കിലും ഭഗവാനല്ലേ, അന്നേരത്തേക്ക് കഴുത്തിൽ പിടിച്ച് ഒറ്റ ഞെരുക്കൽ. അന്നേരം തൃണാവർത്തൻ്റെ അവസ്ഥ എന്തുമായിരിക്കും അല്ലേ. അന്നേരം കഴുത്ത് ഞെരിച്ച് അവനെ കൊല്ലുകയാണ് ഭഗവാൻ. അങ്ങനെ അന്നേരം ഭഗവാന്റെ ഭാരവും സഹിക്കാൻ പറ്റുന്നില്ല, പിന്നെ കഴുത്തും കൂടെ പിടിച്ചപ്പോൾ അവ ആകെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായി. എന്നിട്ട് മുകളിൽ നിന്ന് ടൊപ്പം ഈ 12 ലക്ഷം കിലോമീറ്റർ മുകളിൽ നിന്ന് താഴെ വന്ന് വീഴുകയാണ്. വീണ ഉടൻ തന്നെ അവൻ്റെ ഉള്ളിൽ നിന്ന് ആത്മാവ് വന്ന് ഭഗവാന്റെ അതിസുന്ദരമായിട്ടുള്ള ശരീരത്തിലേക്ക് ലയിക്കുകയാണ്. എന്നിട്ട് ഇത്രയും മുകളിൽ നിന്നും ആണ് തൃണാവർത്തൻ വീണത്. അവൻ്റെ ശരീരം താഴെ ഒരു പാറപ്പുറത്താണ് വീണത്. അവൻ്റെ ശരീരം തുണ്ടമായി. ആ ശബ്ദം എല്ലാ ദിശകളിലും വ്യാപിച്ചു എന്നുള്ളതാണ്. ഭൂമി കുലുങ്ങാൻ തുടങ്ങി. അന്നേരം ഈ ശബ്ദം കേട്ടിട്ട് ഗോപികമാരെല്ലാം പുറത്തു വന്ന് നോക്കിയപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുക, ഭഗവാനെ കാണാത്തതിൻ്റെ വിഷമത്തിൽ. അപ്പോൾ ഈ തൃണാവർത്തൻ്റെ മുതുവിൻ്റെ മുകളിലായിട്ട് ഭഗവാൻ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് കണ്ടു. ഉടൻ തന്നെ ഗോപികമാർ ഭഗവാനെ തൂക്കിയെടുത്തു. എന്നിട്ട് യശോദാമ്മയുടെ അടുത്ത് കൊണ്ടുവന്നുള്ളൂ. യശോദാമ്മയുടെ അടുത്ത് ഗോപികമാർ പറഞ്ഞു, യശോദ, ഈ കുട്ടിയെ എടുക്കാനുള്ള യോഗ്യത നിനക്കില്ല. നിനക്ക് ആ കുട്ടിയുടെ അടുത്ത് ഒരു കാരണവും ഇല്ല. നീ വലിയ ക്രൂരയാണ്. ഇത്രയും ഇരുട്ടത്ത്, ഈ കൊടുങ്കാറ്റുള്ള ഇരുട്ടത്ത് ആരാണ് കുട്ടിയെ വെറും തറയിൽ കിടത്തുക? നിനക്ക് ഒട്ടും കാരുണ്യമില്ല. വെറും ഒരു കുഞ്ഞിനെ എങ്ങനെയാണ് ആർക്കെങ്കിലും തറയിൽ വെക്കാൻ പറ്റുന്നത്? യശോദാമ്മ പറഞ്ഞു, വലിയൊരു പർവ്വത്തെ പോലെ എൻ്റെ കുട്ടിയുടെ ഭാരം കൂടി, എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് കുഞ്ഞിനെ ഞാൻ താഴെ വെച്ചതെന്ന്. ഗോപികമാർ പറഞ്ഞു, യശോദ വെറുതെ കള്ളം പറയരുത് കേട്ടോ. എന്തായാലും ഇപ്പം നിൻ്റെ ആപത്തെല്ലാം മാറിയിരിക്കുകയാണ്. ഈ കുട്ടിക്ക് പാല് കൊടുക്കും. ഇവനെ എടുത്തു നോക്കൂ, ഒരു പൂവിൻ്റെ അത്രയും ഭാരം പോലും ഈ കുട്ടിക്കില്ല. അങ്ങനെ നാരദമഹർഷി പറയുന്നു, ഭഗവാനെ ഗോപികമാർ ഭഗവാനെ തിരിച്ചു കിട്ടിയപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോടെ അവിടെ ചിരിച്ചു. യശോദാമ്മ ഉണ്ണിക്കണ്ണനെ എടുത്തു. എന്നിട്ട് വീണ്ടും പാല് കൊടുത്തു. ഭഗവാന്റെ തലയിൽ ഇങ്ങനെ ഉമ്മ വെച്ചു. എന്നിട്ട് ഭഗവാനെ വീണ്ടും പുതിയ വസ്ത്രം കൊണ്ട് അലങ്കരിച്ചു. എന്നിട്ട് രോഹിണി അമ്മയടുത്ത് പറഞ്ഞു, യശോദാമ്മ പറഞ്ഞു, ഈ വിധി എനിക്ക് ഒരേ ഒരു കുട്ടിയെ തന്നിട്ടുള്ളൂ. എനിക്ക് ഒരുപാട് കുട്ടികളൊന്നും ഇല്ല. പക്ഷേ വീണ്ടും അതേ കുട്ടിയിൽ തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആപത്തുകൾ പിന്തുടരുന്നത് എനിക്കറിഞ്ഞൂടാ. യശോദ പറയും, ആകെ ഒരു കുട്ടിയേ ഉള്ളൂ. ഈ ലോകത്തുള്ള ആപത്തെല്ലാം എൻ്റെ കുട്ടിയുടെ പുറകെ തന്നെ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്ന് എൻ്റെ കുട്ടി മരണത്തിൻ്റെ വായിൽ നിന്നാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. അവനെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായനെ?
ഞാൻ എന്ത് ചെയ്തേനെ? പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? വളരെ വളരെ ഭീകരന്മാരായിട്ടുള്ള അസുരന്മാരെല്ലാവരും, അവർക്കെല്ലാം എൻ്റെ കുട്ടിയോട് എന്ത് ദേഷ്യമാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എങ്ങനെ സമാധാനത്തോട് കഴിയും എന്ന് യശോദാമ്മ പറയുകയാണ്. യശോദാമ്മ പറഞ്ഞു, എൻ്റെ സമ്പത്ത്, എൻ്റെ ശരീരം, എൻ്റെ സ്ഥലം, എൻ്റെ രത്നങ്ങളെല്ലാം എൻ്റെ കുട്ടിക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഞാൻ ഹരിയെ ആരാധിക്കും, എല്ലാ ദാനധർമ്മങ്ങളും ചെയ്യും, ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് നന്മ പ്രവൃത്തികൾ ചെയ്യും, ഒരു 100 അമ്പലങ്ങൾ പണിയും, എൻ്റെ കുട്ടിയുടെ ആപത്തുകളെല്ലാം മാറട്ടെ എന്ന് പറയുകയാണ് യശോദാമ്മ. എൻ്റെ കുഞ്ഞ് എപ്പോഴും സന്തോഷമായിട്ടിരുന്നാൽ മതി. എനിക്ക് എൻ്റെ കുഞ്ഞിന് ഒരാപത്തും വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ യശോദാമ്മ പറയുകയാണ്. നാരദ മഹർഷി പറയുന്നു, അപ്പോഴേക്കും കുറേ ബ്രാഹ്മണർ നന്ദമഹാരാജിൻ്റെ കൊട്ടാരത്തിലേക്ക് വന്നു. അവരെ എല്ലാം ആരാധിച്ചു. നന്ദമഹാരാജും യശോദാമ്മയും ആസനങ്ങളൊക്കെ കൊടുത്തു ഇരിക്കാനായിട്ട്. ബ്രാഹ്മണർ പറഞ്ഞു, നന്ദമഹാരാജ്, യശോദാമ്മ വിഷമിക്കേണ്ട, നമ്മൾ നിങ്ങളുടെ കുട്ടിയെ സംരക്ഷിക്കാം, അവന് ദീർഘായുസ്സുണ്ട്, വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞതിന് ശേഷം പുതിയ കുശപ്പുല്ലും ശുദ്ധമായിട്ടുള്ള ജലവും ഋഗ്വേദ, യജുർവേദ മന്ത്രങ്ങളൊക്കെ ഉരുവിട്ടുകൊണ്ട് പല പല അനുഗ്രഹങ്ങളും ഭഗവാന് വേണ്ടി കൊടുത്തു. ഒരുപാട് യജ്ഞങ്ങൾ ചെയ്തു. അങ്ങനെ ഭഗവാനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ചടങ്ങുകളൊക്കെ ചെയ്തു. എന്നിട്ട് ബ്രാഹ്മണർ പറഞ്ഞു, ദാമോദരൻ, ഭഗവാൻ ദാമോദരൻ ഭഗവാന്റെ പാദത്തെ സംരക്ഷിക്കട്ടെ. ദാമോദരൻ എന്ന് പറയുന്നത് കൃഷ്ണൻ തന്നെയാണ്. കാരണം ഭഗവാന്റെ അരയിൽ കയറ് കെട്ടുമ്പോഴാണ് ദാമോദര എന്ന് വിളിക്കുന്ന ഭഗവാനെ. അന്നേരം പക്ഷേ എന്നിട്ടും ഇതൊക്കെ മന്ത്രങ്ങളാണ്, വൈദിക മന്ത്രങ്ങളാണ്. അന്നേരം അവർ ആ വൈദിക മന്ത്രങ്ങൾ എന്നുള്ള രീതിയിൽ ഒരുപിടുകയാണ്. കാരണം ദാമോദരൻ എന്ന് പറയുന്ന പേരിൽ ഭഗവാന്റെ ഒരു വിഷ്ണു രൂപവും കൂടെ ഉണ്ട്. അതും കൂടെ മനസ്സിലാവും കേട്ടോ. അന്നേരം ദാമോദരൻ ഭഗവാന്റെ പാദത്തെ രക്ഷിക്കട്ടെ. പിന്നെ വിസ്തരശ്രവൻ ഭഗവാന്റെ മുട്ടിനെ രക്ഷിക്കട്ടെ. ഇതെല്ലാം ഭഗവാന്റെ രൂപങ്ങളാണ്. ഹരി ഭഗവാന്റെ തുടഭാഗം രക്ഷിക്കട്ടെ, എൻ്റെ കുഞ്ഞിൻ്റെ തുടഭാഗം രക്ഷിക്കട്ടെ. സാക്ഷാൽ ഭഗവാൻ എൻ്റെ കുഞ്ഞിൻ്റെ നാഭി രക്ഷിക്കട്ടെ. എന്നിട്ട് ഭഗവാൻ സാക്ഷാൽ എന്നിട്ട് ഇവിടെ പറയുന്നു, ഇവിടെ ഭഗവാന്റെ വേറൊരു രാധാപതി എന്നും പറയുന്നുണ്ട്. ഒന്ന് ആലോചിച്ചോളാം. അന്നേരം രാധാദേവിയുടെ പതി എൻ്റെ കുഞ്ഞിൻ്റെ അരഭാഗം രക്ഷിക്കട്ടെ. പീതാംബരം ധരിക്കുന്ന ആ ഭഗവാൻ എൻ്റെ കുഞ്ഞിൻ്റെ വയറ് ഭാഗം രക്ഷിക്കട്ടെ. ആ പത്മനാഭനായിട്ടുള്ള ഭഗവാൻ എൻ്റെ കുഞ്ഞിൻ്റെ വക്ഷസ്ഥലം രക്ഷിക്കട്ടെ. ഗോവർദ്ധനം ഉയർത്തിയ ആ ഭഗവാൻ എൻ്റെ കുഞ്ഞിൻ്റെ കൈ രക്ഷിക്കട്ടെ. അന്നേരം ഇതൊക്കെ ഭഗവാൻ ചെയ്യാൻ പോകുന്ന ലീലകളാണ്. അതുകൂടാതെ ഇത് മന്ത്രങ്ങളുമാണ്. അന്നേരം ഈ ബ്രാഹ്മണർ ആ വൈദിക മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഭഗവാനെ രക്ഷിക്കുകയാണ്. പക്ഷേ ഇതൊക്കെ ഭഗവാൻ ചെയ്യുന്ന ലീലകളുമാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. എന്നിട്ട് മധുരാധിപതി എൻ്റെ ഈ കുഞ്ഞിൻ്റെ മുഖം രക്ഷിക്കട്ടെ. ദ്വാരകാനാഥൻ കുഞ്ഞിൻ്റെ തലഭാഗം രക്ഷിക്കട്ടെ. അസുരന്മാരുടെ അന്തകനായ ഭഗവാൻ എൻ്റെ കുഞ്ഞിൻ്റെ പുറഭാഗം രക്ഷിക്കട്ടെ. എൻ്റെ കുഞ്ഞിന് എല്ലാവിധ സംരക്ഷണവും നൽകട്ടെ. അങ്ങനെ അന്നേരം ഈ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഭഗവാന്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പിന്നെ അടുത്തൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ബ്രാഹ്മണരെല്ലാം ഗോലോകവാസികളാണ്. അന്നേരം അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നറിയാം ഇതെല്ലാം ലീലകളാണ്, ഇതെല്ലാം ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലകളാണ്. അന്നേരം അവർ ഉരുവിടുത്ത മന്ത്രങ്ങളും എപ്പോഴും ഭഗവാൻ കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? അന്നേരം നാരദ മഹർഷി പറഞ്ഞു, ഈ ബ്രാഹ്മണർക്ക് നന്ദമഹാരാജ് 1,00,000 പശുക്കളെ ദാനമായിട്ട് നൽകി. അതുകൂടാതെ 10,00,000 സ്വർണ്ണ നാണയങ്ങൾ, അതുകൂടാതെ പുതിയ തരം ആയിരക്കണക്കിന് രത്നങ്ങൾ, പിന്നെ 1,00,000 വളരെ
സമൃദ്ധമായിട്ടുള്ള വസ്ത്രങ്ങളും നൽകിയെന്ന് പറഞ്ഞു. പിന്നെ ബ്രാഹ്മണർ അവിടുന്ന് പോയി. അതിനുശേഷം നന്ദമഹാരാജ് ഗോപന്മാരെ എല്ലാവരെയും വിളിച്ചു. അവർക്ക് വലിയൊരു വിരുന്ന് ഒരുക്കി. അവരെല്ലാം ബഹുമാനിച്ചു. അവർക്കും പുതിയ വസ്ത്രങ്ങളും ആഭരണങ്ങളൊക്കെ ദാനമായിട്ട് നൽകി. അപ്പോൾ ബൃഹദാശ്വ രാജാവ് ചോദിക്കുകയാണ്, തൃണാവർത്തൻ പൂർവ്വജന്മത്തിൽ എന്ത് പുണ്യപ്രവൃത്തിയായിരിക്കും ചെയ്തത്? കാരണം ഭഗവാന്റെ ആ സുന്ദര ശരീരത്തിലേക്ക് ലയിക്കാനുള്ള ഭാഗ്യം തൃണാവർത്തന് കിട്ടിയല്ലോ. അപ്പം നാരദ മഹർഷി പറയുന്നു, ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഇതൊക്കെ ഭാഗവത്തിൽ നമ്മൾ കേട്ട കഥകളാണെങ്കിലും ആ കഥകൾക്ക് ഇത് വെറും കഥകളല്ലല്ലോ, നടന്ന സംഭവങ്ങളാണ്, ലീലകളാണ്. അതായത് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഗർഗഭാഗത്തിൽ കിട്ടും. അതുകൊണ്ടാണ് നമ്മളിതൊക്കെ ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അതായത് നാരദ മഹർഷി പറയുന്നു, പൂർവ്വജന്മത്തിൽ ഈ തൃണാവർത്തൻ പാണ്ഡുദേശത്തിലെ ഒരു ശക്തനായിട്ടുള്ള ഒരു രാജാവായിരുന്നു, സഹസ്രാക്ഷൻ എന്ന പേരിൽ. അവൻ ഭഗവാന്റെ വലിയ ഭക്തനായിരുന്നു. വളരെ ധർമ്മം പാലിക്കുന്ന, ഒരുപാട് യജ്ഞങ്ങളൊക്കെ ചെയ്യുന്ന, ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്ന നല്ലൊരു രാജാവായിരുന്നു തൃണാവർത്തൻ. സഹസ്രാക്ഷൻ എന്ന് പറയുന്ന ഒരു രാജാവായിരുന്നു. അന്നേരം ഒരിക്കൽ രേവ എന്ന് പറയുന്ന ഒരു തീരത്ത് കുറേ നാരിമാരുമായിട്ട്, സ്ത്രീജനങ്ങളുമായിട്ട് ഇങ്ങനെ ഉല്ലസിച്ച് കഴിയുകയായിരുന്നു. ആര്? ഈ രാജാവ് സഹസ്രാക്ഷൻ. ആ സമയത്ത് ദുർവാസ മുനി അവിടെ വന്നിരുന്നു. ദുർവാസ മുനിയെ കണ്ടില്ല ആര്? സഹസ്രാക്ഷൻ എന്ന് പറയുന്ന രാജാവ്. അതുകൊണ്ട് എഴുന്നേറ്റതുമില്ല, ബഹുമാനിച്ചതുമില്ല. ഉടൻ തന്നെ ദുർവാസ മുനി അദ്ദേഹത്തെ ശപിച്ചു, നീ ഒരു അസുരനായി മാറട്ടെ എന്ന്. ഉടൻ തന്നെ സഹസ്രാക്ഷ രാജാവ് ദുർവാസ മുനിയുടെ കാൽക്കൽ വീണിട്ട് പറഞ്ഞു, എനിക്ക് മാപ്പ് നൽകണം, ഇനി ഈ തെറ്റ് എന്നോട് ക്ഷമിക്കണം, എൻ്റെ എല്ലാ തെറ്റുകൾക്കും അങ്ങ് മാപ്പ് നൽകണമെന്ന് പറഞ്ഞു. അപ്പോൾ ദുർവാസ മുനി പറഞ്ഞു, നീ എപ്പോഴാണോ ഭഗവാന്റെ സുന്ദരമായിട്ടുള്ള രൂപത്തെ സ്പർശിക്കുന്നത് അപ്പം തന്നെ നിനക്ക് മോക്ഷം ലഭിക്കുന്നു. അതിനുള്ള ഭാഗ്യം ലഭിച്ചു അല്ലേ? തൃണാവർത്തനായിട്ട് വന്ന് ഭഗവാനെ തൊട്ടു. ഭഗവാൻ ഇത്രയും ഉയരത്തിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ഭഗവാന്റെ കൈ കൊണ്ട് തന്നെ സഹസ്രാക്ഷൻ്റെ മരണം സംഭവിക്കുകയാണ്. അന്നേരം ഇവിടെ നാരദ മഹർഷി പറയുന്നു, അങ്ങനെ ദുർവാസ മുനിയുടെ ശാപത്താലാണ് തൃണാവർത്തൻ ഒരു അസുരനായിട്ട് മാറിയതും അങ്ങനെ അദ്ദേഹത്തിന് മോക്ഷം ലഭിച്ചു. ഹരേ കൃഷ്ണ. അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മൾ തൃണാവർത്തൻ്റെയും ശകടാസുരൻ്റെയും മോക്ഷത്തെക്കുറിച്ച് പഠിച്ചു അല്ലേ? എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അന്നേരം ഗർഗഭാഗവത്തിൽ നമ്മളിവിടെ ഇപ്പോൾ നമ്മളെ ചിലപ്പം ഒരു കൺഫ്യൂസ് ചെയ്യിപ്പിക്കും. ചിലപ്പോൾ ഈ ഭഗവാന്റെ ഈ മന്ത്രങ്ങൾ, ഭഗവാന്റെ സുരക്ഷതയ്ക്ക് വേണ്ടി ജപിക്കുന്ന മന്ത്രങ്ങൾ, അത് ഭഗവാന്റെ ലീലകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അന്നേരം അത് അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വ്രജത്തിലുള്ള എല്ലാവരും ഗോലോകവാസികളാണ്, നിത്യവും ഗോലോകത്തിൽ വസിക്കുന്നവരാണ്. അന്നേരം അവരെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് എല്ലാം, അതിനപ്പുറം വേറൊന്നുമില്ല. പിന്നെ മന്ത്രങ്ങളുടെ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ശക്തമായിട്ടുള്ള മന്ത്രം കൃഷ്ണമന്ത്രം തന്നെയാണ് അല്ലേ? കാരണം ഭഗവാൻ കൃഷ്ണനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാത്തിൻ്റെയും സ്രോതസ്സ്. അതുകൊണ്ട് അങ്ങനെ നോക്കുമ്പോഴും ഈ മന്ത്രങ്ങൾ തന്നെയാണ് ഈ ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ളൊരു മന്ത്രം. അന്നേരം അവർ ആ മന്ത്രങ്ങളായിട്ട് അതിനെ ജപിക്കുകയാണ്. ഇനി അന്നേരം നമ്മൾ വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ അവർക്ക് ആ മന്ത്രത്തിൻ്റെ അർത്ഥമൊന്നും അറിഞ്ഞൂടെ? മന്ത്രങ്ങളുടെ അർത്ഥം അവർക്കറിയാം. പക്ഷേ ആ യോഗമായയുടെ പ്രഭാവത്താൽ, യോഗമായ ആരാണ്? ഭഗവാന്റെ ശക്തിയാണ്. യോഗമായയാണ് വൃന്ദാവനത്തിലെ എല്ലാ ലീലകളിലും ഭഗവാനെ സഹായിക്കുന്നത്. എന്താണ് ഈ യോഗമായ? ഭഗവാന്റെ ശക്തി. ഈ യോഗമായ രണ്ട് രീതിയിൽ പ്രവർത്തിക്കും. ഒന്ന് യോഗമായായിട്ടും മഹാമായായിട്ടും. ഇത് ഭഗവാന്റെ ശക്തിയാണ്. എന്താണ് ശക്തി? ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനും സൂര്യകിരണങ്ങളും, അഗ്നി, അഗ്നിയുടെ പ്രകാശം, അതേപോലെയാണ്. അന്നേരം ഭഗവാനിൽ നിന്ന് വരുന്ന ആ ശക്തി, ഭഗവാനെ സഹായിക്കാൻ വേണ്ടി വരുന്ന ശക്തി. അന്നേരം ആ ശക്തിക്ക് പല പല രൂപങ്ങൾ. ഒന്ന് സാക്ഷാൽ ശ്രീമതി രാധാദേവി,
ഭഗവാൻ തന്നെ അടുത്തൊരു രൂപം എടുക്കുന്നത് ശ്രീമതി രാധാദേവി. ആ രാധാദേവി ഭഗവാന്റെ ശക്തിയും കൂടെയാണ്. അന്നേരം ആ രാധാറാണിയിൽ നിന്നാണ് അസംഖ്യം ശക്തി സ്വരൂപങ്ങളും വരുന്നത്. അന്നേരം അതിൽ ഒരു രൂപം എന്ന് പറഞ്ഞാൽ യോഗമായ ദേവിയുടെയാണ്. അന്നേരം ഇതേ യോഗമായയാണ് ഭഗവാന്റെ സഹോദരിയായിട്ടും വരുന്നത്, അല്ലേ? എന്നിട്ട് അതേ യോഗമായ തന്നെയാണ് അടുത്തൊരു രൂപം എടുത്ത് നമ്മുടെ ഭൂമിയിലെ വ്യത്യസ്ത ശക്തി പീഠങ്ങൾ, ശക്തി ആരാധനയായിട്ട് മാറുന്നത്. ചണ്ഡിയായിട്ടും വൈഷ്ണവിയായിട്ടും അങ്ങനെ പല പല ദേവി ശക്തികളായിട്ട് മാറുന്നത്. അന്നേരം ആ ഒരു ആരാധന രീതി ആരംഭിക്കുന്നത്, അന്നേരം ഇതിൻ്റെ എല്ലാം തുടക്കം യോഗമായ ദേവിയാണ്. യോഗമായ ദേവിയിൽ നിന്നാണ് ദുർഗാദേവി, ലക്ഷ്മി ദേവി, സരസ്വതി. ലക്ഷ്മി ദേവി വൈകുണ്ഠത്തിലെ ലക്ഷ്മിയുണ്ട്, ഭൂമിയിലെ ലക്ഷ്മി ദേവിയുണ്ട്. കാരണം പക്ഷേ ലക്ഷ്മി ദേവി എപ്പോഴും നാരായണൻ്റെ പത്നിയാണ്. ഭൂമിയിലാണെങ്കിലും ശരി, അത് ഭൗതികമാകുന്നില്ല. പക്ഷേ ഭൗതികമായിട്ടുള്ള ധനം അതൊക്കെ, അന്നേരം അതിന് എല്ലാത്തിനും ലക്ഷ്മി കടാക്ഷം. അന്നേരം ചുരുക്കത്തിൽ പറഞ്ഞ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ശക്തിയുടെ ആധാരം യോഗമായ ദേവിയാണ്. ആ യോഗമായ ദേവി എന്ന് ശ്രീമതി രാധാറാണി നിന്നാണ്. അന്നേരം നമ്മുടെ ഉള്ളിൽ ഭഗവാന്റെ സേവനം ചെയ്യാനുള്ള ആഗ്രഹമാണ് ഉള്ളത് എങ്കിൽ ഭഗവാന്റെ ശക്തി യോഗമായ രൂപത്തിൽ നമ്മളെ സഹായിക്കും കൂടുതൽ കൂടുതൽ ഭഗവാനായിട്ട് അടുക്കാൻ വേണ്ടി. ഈ യോഗമായുടെ അനുഗ്രഹത്താലാണ് നമുക്ക് ഭക്തിയിൽ പുരോഗമിക്കാൻ ആഗ്രഹം വർദ്ധിക്കുന്നതും ജപിക്കാൻ തോന്നുന്നതും എല്ലാം യോഗമായ ദേവിയുടെ അനുഗ്രഹത്താലാണ്. അന്നേരം നമുക്ക് ഭഗവാന്റെ സേവനത്തിലല്ല താല്പര്യം, ഭൗതിക ആസ്വാദനത്തിലാണ്, ഭഗവാനോടൊരു ദ്വേഷഭാവം അതൊക്കെയാണ് എങ്കിൽ അന്നേരം എന്തു പറ്റും? ഇതേ ശക്തി തന്നെ മഹാമായയായിട്ട് മാറും. അന്നേരം മഹാമായയായിട്ട് എന്ത് ചെയ്യും? നമ്മളെ ഭഗവാനിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കും. ഒന്നുകിൽ ഭഗവാനുമായിട്ട് അടുപ്പിക്കും, അല്ലെങ്കിൽ പിന്നെ അകറ്റിക്കൊണ്ടിരിക്കും. അന്നേരം അതിന് നമുക്ക് ഭഗവാനോട് ഇഷ്ടമുണ്ട്, ഭഗവാന്റെ സേവനം ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് നമ്മൾ എങ്ങനെയാണ് ശക്തി ദേവിയെ ബോധ്യപ്പെടുത്തുന്നത്? നമ്മുടെ പ്രവൃത്തിയിലൂടെ, നമ്മുടെ ആഗ്രഹത്തിലൂടെ. നമ്മൾ എല്ലാ ദിവസവും മുടങ്ങാതെ ഭഗവാന്റെ തിരുനാമം ജപിക്കും. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ എന്ന് ജപിക്കുമ്പോൾ നമ്മൾ ഈ പ്രകൃതിയെ അറിയിക്കുകയാണ്, ഭഗവാനെ അറിയിക്കുകയാണ്, ഭഗവാന്റെ ശക്തിയെ അറിയിക്കുകയാണ്. നമ്മൾ എത്രയോ ജന്മങ്ങളായിട്ട് നമ്മൾ നിരർത്ഥകമായിട്ട് ജീവിച്ചു സ്വാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടി. പക്ഷേ ഇനിയുള്ള കാലം ഇവിടെയാണെങ്കിലും അതുകൂടാതെ അടുത്ത് ഇനിയൊരു ജന്മം വേണ്ട, എല്ലാ ജന്മങ്ങളിലും ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. ഭഗവാന്റെ ലോകത്തിൽ ഭഗവാന്റെ പാർശ്വതനായിട്ട് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് ദേവിക്ക് ബോധ്യപ്പെടുമ്പോൾ, ഇങ്ങനെ നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോൾ ഭഗവാന് വേണ്ടി ഇപ്പോഴത്തെ നമ്മുടെ സമയം, നമ്മുടെ ഈ ശരീരം, മനസ്സ്, വാക്കെല്ലാം ഉപയോഗിക്കുമ്പോൾ ദേവിക്ക് അത് ബോധ്യപ്പെടും. അപ്പോൾ എന്തു പറ്റും? നമ്മളെ കൂടുതൽ കൂടുതൽ ഭഗവാനായിട്ട് അടുക്കാനുള്ള അവസരങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ? പക്ഷേ നമ്മൾ ജപത്തിൽ സീരിയസ് അല്ല, ഭഗവാന്റെ കാര്യത്തിൽ സീരിയസ് അല്ല, ഭൗതിക ആസ്വാദനത്തിന് വേണ്ടി നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അന്നേരം എന്തു പറ്റും? മഹാമായയുടെ അധീനതയിലാവും നമ്മൾ. അപ്പോൾ മഹാമായ ദേവി എന്ത് ചെയ്യും? ത്രിവിധ ക്ലേശങ്ങൾ നമ്മളെ ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും. എന്തൊക്കെയാണ് ത്രിവിധ ക്ലേശങ്ങൾ? ഒന്നീ ശരീരമായിട്ടോ, മാനസികമായിട്ടോ, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിൽ നിന്നോ, അല്ലെങ്കിൽ പ്രകൃതി സംബന്ധം ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ നമ്മൾ എപ്പോഴും കാണുന്നില്ല. കാരണം എന്തിന് നമ്മൾ ഈ പ്രശ്നങ്ങളിൽ പോകുന്നു? കാരണം ഈ പ്രശ്നങ്ങളില്ല എങ്കിൽ നമ്മൾ ഭഗവാന് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. മനസ്സിലായില്ല? അന്നേരം മായാദേവി നമ്മളെ എൻഗേജ് ചെയ്ത് നിർത്തും. എങ്ങനെ? ഒന്നുകിൽ നമ്മുടെ ആസ്വാദനത്തിന് വേണ്ടി നമ്മളെ ഇങ്ങനെ ഒട്ടിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ പിന്നെ ആസ്വാദനത്തിന് വരുന്ന തടസ്സങ്ങളെ അകറ്റുന്നതിൽ നമ്മളെ ഇങ്ങനെ ക്ലേശിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതാണ് മിക്കവാറും നടക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ ഭഗവാന്റെ സേവനത്തിൽ വ്യാപൃതരായിട്ടിരിക്കുമ്പോൾ നമുക്ക് തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. തടസ്സങ്ങളും പ്രശ്നങ്ങളും എപ്പോഴും അതുണ്ടെങ്കിലും അത് മറ്റുള്ള ഭഗവാനോട് ദ്വേഷഭാവം ഉള്ളവർ കാരണമായിരിക്കും പ്രശ്നം ഉണ്ടാകുന്നത്, അല്ലേ? കാരണം ഒന്നിത് മായാലോകം. അന്നേരം ഇവിടെ എല്ലാവർക്കും ഭഗവാനോട് ദ്വേഷമാണ്. അന്നേരം ഇവിടെ നമ്മൾ ഭഗവാന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ തടസ്സങ്ങളുണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. കാരണം എന്താ? അങ്ങനെയുള്ള ലോകത്തിലാണ് നമ്മളിരിക്കുന്നത്. പക്ഷേ ഇൻ ജനറലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും വരുന്നതിൻ്റെ മെയിൻ കാരണം അത് മായാദേവി എന്തിനു ക്രിയേറ്റ് ചെയ്യുന്നു? അത് നമ്മുടെ ഉള്ളിൽ ആ ആസ്വാദന മനോഭാവമുണ്ട്. അന്നേരം ആസ്വാദനം നമുക്ക് കിട്ടിയിട്ട് ഒരിക്കലും അതിൽ തൃപ്തി വരത്തില്ല. അന്നേരം ആ ആസ്വാദനത്തിനെ അകറ്റിക്കൊണ്ടിരിക്കും, എന്നിട്ട് നമ്മളെ ഇട്ട് ഒട്ടിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? എന്നിട്ട് അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുവേണ്ടി ഇങ്ങനെ ഒടിച്ചുകൊണ്ടിരിക്കും.
എന്നിട്ട് അതിനുവേണ്ടി തടസ്സങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അന്നേരം ആ തടസ്സങ്ങളെ ഇങ്ങനെ അകറ്റി നമ്മുടെ ആസ്വാദനത്തിന് വേണ്ടി ഇങ്ങനെ കൊതിച്ച് എന്നിട്ട് ആസ്വദിക്കേണ്ട ആ ഒരു വസ്തു നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അത് പൂർണ്ണമായിട്ട് ആസ്വദിക്കാനും പറ്റില്ല. കുറച്ച് ആസ്വാദനം തരും, പിന്നെ വീണ്ടും അതിനുള്ള നമ്മൾ ഇങ്ങനെ കൊതിച്ച് ജീവിതം ഇങ്ങനെ പോകും. മനസ്സിലാവുന്നുണ്ടോ? ഒരിക്കലും തൃപ്തി വരത്തില്ല. കാരണം ആ തൃപ്തി വന്നു കഴിഞ്ഞാൽ പിന്നെന്ത് പറ്റും? നമുക്കതിൽ മടുപ്പ് തോന്നും. നമുക്കതിലോട്ട് പിന്നെ വേറെ എന്തെങ്കിലും നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും. അന്നേരം ഉദാഹരണത്തിന് സമനില തെറ്റിയ ഒരു വ്യക്തിയെ എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ആശുപത്രിയിൽ ഒരു വ്യക്തി പൊതുജനം ഇടുന്നത്? കാരണം ആ വ്യക്തി മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ട് ക്രിയേറ്റ് ആവാതിരിക്കാൻ. അന്നേരം അതേപോലെ മായാദേവി നമ്മളെ ഈ മായാലോകത്തിൽ ബന്ധിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഇവിടെ എൻഗേജ് ചെയ്ത് നിർത്തുകയാണ്. കാരണം നമുക്ക് ഭഗവാന്റെ സേവനത്തിൽ താല്പര്യമില്ല, നമ്മൾ ജപിക്കുന്നില്ല, അപ്പം പിന്നെ പുറം ലോകത്ത് ഓട്ടിച്ചുകൊണ്ടേയിരിക്കും. അതായത് ദൈനംദിന കാര്യത്തിനും നെട്ടോട്ടം ഓടേണ്ടി വരും. ആ ഒരു രീതിയിലാക്കും നമ്മുടെ ജീവിതം. പക്ഷെ അതേസമയം നമ്മൾ ഭഗവാന്റെ കാര്യത്തിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ നമുക്ക് ദൈനംദിന കാര്യത്തിൽ പോലും അധികം ക്ലേശം അനുഭവിക്കേണ്ടി വരത്തില്ല. നമുക്ക് ഭഗവാന്റെ ശക്തികൾ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. കാരണം എന്തിനു വേണ്ടി? വെറുതെ ഇരുന്ന് അലസതയിൽ മുങ്ങിയിരിക്കാനാണോ? അല്ല, ഭഗവാന് വേണ്ടി കൂടുതൽ സേവനങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഗവൺമെൻറ് ഒഫീഷ്യൽസ്, ഹയർ ഇന്ത്യൻ മിലിറ്ററിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ, അവർക്ക് ചിലപ്പോൾ മറ്റ് ജനങ്ങളെ പോലെ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരത്തില്ല. ഇപ്പോൾ ഒരു മന്ത്രിസ്ഥാനത്തിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവരൊക്കെ എന്തുകൊണ്ട് അവരത്രയും ഉയർന്ന ഉത്തരവാദിത്തം രാജ്യത്തിന് വേണ്ടി ഏറ്റെടുക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ ഭഗവാന് വേണ്ടി ഉയർന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഭൗതികപരമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന തടസ്സങ്ങൾ, അതെന്തുകൊണ്ട് തടസ്സങ്ങൾ വരുന്നു? നമ്മുടേതായിട്ടുള്ള പ്രവൃത്തിയുടെ ഫലം. നമ്മുടെ ഉള്ളിലെ ആക്രാന്തം, ആർത്തി, കാമക്രോധ, മോഹലോഭ, മതമത്സരാദികളാണ് നമ്മുടെ ജീവിതത്തിൽ പല ക്ലേശങ്ങൾ കൊണ്ടുവരുന്നത്. അന്നേരം അതിൽ നിന്നും നമുക്ക് നമ്മുടെ ഉള്ളിൽ ശരിയാവുന്ന വരെ അതിൽ നമുക്ക് മോചനമില്ല. അന്നേരം ഭക്തിയിൽ വരുമ്പോൾ നമ്മുടെ കർമ്മദുരിതങ്ങൾ എങ്ങനെ തീരുന്നു? കാരണം ഭഗവാൻ അത് റിമൂവ് ചെയ്യുകയാണ്. എന്തുകൊണ്ട്? കാരണം നമ്മൾ ഭഗവാന് വേണ്ടി ഉത്തരവാദിത്വം എടുക്കും എന്നുള്ള ഒരു ഉറപ്പിൽ. ക്ലിയർ ആവുന്നുണ്ടോ? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഈ അസുരന്മാരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഇത്രയും മോശമായിട്ടും അവർക്ക് എന്തുകൊണ്ട്? കാരണം നേരിട്ട് ഭഗവാനുമായിട്ടുള്ള ഒരു ഡയറക്റ്റ് സമ്പർക്കത്തിലേക്ക് അവർക്ക് എത്താനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു. അതിലൂടെ എന്ത് പറ്റുന്നു? അവർ ഭഗവാൻ ഇത്രയും പരിശുദ്ധനാണ്. അന്നേരം ഭഗവാനുമായിട്ടൊരു സ്പർശനം കിട്ടുമ്പോൾ അവർ ശുദ്ധരാവുകയാണ്. അവരുടെ ഉള്ളിലെ ഭൗതിക ആഗ്രഹങ്ങളും അതും ഇതൊക്കെ അങ്ങ് പോവുകയാണ്. അതായത് ഒരു അഗ്നിയുടെ അടുത്ത് വരുമ്പോൾ അതിൻ്റെ ചൂട് നമുക്ക് അനുഭവപ്പെടുമല്ലോ, അല്ലേ? അഗ്നിയിൽ നിന്ന് ദൂരെ നിൽക്കുമ്പോഴാണ് ചൂട് കിട്ടാത്തത്. സൂര്യൻ്റെ അടുത്തോട്ട് നമ്മളിങ്ങനെ പോകുന്നതിനനുസരിച്ച് നമുക്ക് ആ ചൂട് കൂടുതൽ അനുഭവപ്പെടും. അന്നേരം റൂമിനകത്തിരിക്കുമ്പോൾ നമുക്ക് ചൂട് അനുഭവപ്പെടില്ല, പക്ഷേ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ചൂട് അനുഭവപ്പെടും. അതേപോലെ ഭഗവാനായിട്ട് നമ്മൾ കൂടുതൽ അടുക്കും തോറും നമ്മൾ കൂടുതൽ ശുദ്ധമായിക്കൊണ്ടിരിക്കും. എന്താണ് അശുദ്ധി? ഭഗവാനെ മറന്നിട്ടുള്ള ജീവിതം, അതാണ് അശുദ്ധി. അതാണ് ഏറ്റവും വലിയ അശുദ്ധി. ശാരീരിക അശുദ്ധി, മാനസിക അശുദ്ധി. അതെന്താണ് അശുദ്ധി എന്ന് പറഞ്ഞാൽ? ഏറ്റവും വലിയ അശുദ്ധി എന്ന് പറഞ്ഞാൽ ഭക്തി ഇല്ലായ്മയാണ്, ഭഗവാനോട് താല്പര്യമില്ലായ്മയാണ്. അതാണ് ഏറ്റവും വലിയ അശുദ്ധി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ശരീരത്തെ ഏറ്റവും അശുദ്ധമായിട്ട് നമ്മൾ എന്തുകൊണ്ട് കാണുന്നു? ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു വസ്തു പുറത്തു വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് അശുദ്ധം? ശരീരം ജഡമാണ്, ആത്മീയമല്ല. ആത്മാവ് ആത്മീയമാണ്. അതുകൊണ്ട് ആത്മാവ് ശുദ്ധമാണ്, പക്ഷേ ശരീരം അശുദ്ധമാണ്. കാരണം എന്തുകൊണ്ട്? ശരീരം ജഡമായതുകൊണ്ട്. ജഡമായിട്ടുള്ളതെല്ലാം അശുദ്ധമാണ്. അതുകൊണ്ട് ഈ ശരീരം, ഇതിനകത്തിരിക്കുന്ന ആത്മാവ് മാത്രമാണ് ശുദ്ധം. അതുകൊണ്ടാണ് നമ്മൾ ക്ഷേത്രത്തിൽ മുമ്പ് ശുദ്ധി വേണം എന്ന് പറയുന്നത്. ഈ ശരീരത്തിൽ നിന്ന് എന്ത് വസ്തു പുറത്തു വന്നാലും അത് അശുദ്ധമാണ്. നമ്മുടെ എല്ലാ ശരീരത്തിൽ നിന്ന് എല്ലായിടത്തു നിന്നും അശുദ്ധി മാത്രമേ ഉള്ളൂ. എല്ലാ ദ്വാരങ്ങളിൽ നിന്നും എപ്പോഴും അശുദ്ധിയാണ്. ഇതിൽ നിന്ന് എന്ത് വന്നാലും ഈ ശരീരമേ അശുദ്ധമാണ്. അതുകൊണ്ടാണ് ഇതിൽ നിന്ന് ആത്മാവ് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ക്ഷേത്രത്തിനകത്ത് നമ്മൾ മരിച്ചു വീഴുകയാണെങ്കിൽ പിന്നെ അവിടെ എല്ലാം അശുദ്ധിയാണ്. പിന്നെ ശുദ്ധികലശം നടത്തണം. എന്തുകൊണ്ട്? കാരണം ശരീരം അശുദ്ധമാണ്. അതിനകത്ത് ആത്മാവ് ഉള്ളപ്പോൾ മാത്രമേ ഉള്ളൂ അതിനകത്ത് എന്തെങ്കിലും ഒരു ശുദ്ധി ഉള്ളത്. അത് ആത്മാവിൻ്റെ പരിശുദ്ധിയാണ്. ഒരു ശരീരം ഏറ്റവും വലിയ അശുദ്ധിയാണ്. എന്തുകൊണ്ട്? കാരണം ശരീരം ജഡമാണ്, ചൈതന്യമില്ല. ചൈതന്യം എന്തുകൊണ്ട് ശുദ്ധമാണ്?
അത് ഭഗവാന്റെ അംശമാണ്, അതുകൊണ്ട് ശുദ്ധമാണ്. മനസ്സിലായില്ലേ? അന്നേരം സ്ത്രീജനങ്ങൾക്കുണ്ടാകുന്ന അശുദ്ധിയും അതും ശരീര സംബന്ധമായിട്ടുള്ള അശുദ്ധിയാണ്. അത് സ്ത്രീയുടെ ശരീരമാണെങ്കിലും ആണുങ്ങളുടെ ശരീരമാണെങ്കിലും എല്ലാം അശുദ്ധമാണ്. ശരീരം തന്നെ ഏറ്റവും വലിയ അശുദ്ധമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഈ ശരീരം, അതുകൊണ്ടാണ് ഒരു മരിച്ച ആളെന്ന് പറഞ്ഞാൽ അത് അശുദ്ധിയാണ്. ശവം എന്ന് പറഞ്ഞാൽ അശുദ്ധയാണ്. അതതിൻ്റെ ദുർഗന്ധം മാത്രമല്ല, ഈ ശരീരം മൊത്തത്തിൽ ജഡമാണ്. ജഡമായിട്ടുള്ള എല്ലാ വസ്തുവും അശുദ്ധിയാണ്. ആത്മീയ ചൈതന്യം മാത്രമാണ് ശുദ്ധമായിട്ടുള്ളത്. കാരണം എന്തുകൊണ്ട്? അത് ഭഗവാനിൽ നിന്ന് വരുന്നുണ്ട്. അന്നേരം നമ്മുടെ ബോധം അശുദ്ധമാകും. കാരണം എന്താ? നമ്മൾ ശരീരബോധത്തിലിരിക്കുമ്പോൾ, ജഡമായിട്ടുള്ള വസ്തുക്കളെ കൊതിക്കുകയും അതിനുവേണ്ടി മാത്രം ജീവിക്കുമ്പോൾ എന്ത് പറ്റുന്നു? നമ്മുടെ ബോധം അശുദ്ധമായി. അന്നേരം ഭഗവാനെക്കുറിച്ചും ഭക്തിയെക്കുറിച്ചും നമ്മുടെ ഇതിനകത്തിരിക്കുന്ന ആത്മീയ ചൈതന്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ശുദ്ധരാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കുക. അന്നേരം ചുരുക്കത്തിൽ പറഞ്ഞാൽ ഭക്തി ഇല്ലെങ്കിൽ എല്ലാം അശുദ്ധിയാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അന്നേരം ഭഗവാനുമായിട്ടൊരു സമ്പർക്കത്തിൽ നമ്മൾ വരുമ്പോൾ നമ്മുടെ ബോധം ശുദ്ധമാകുന്നു, എല്ലാം ശുദ്ധമാകുന്നു, എല്ലാവിധ അശുദ്ധിയിൽ നിന്നും നമ്മൾ മോചിതരാകുന്നു. അതാണ് നമ്മൾ ഇന്നത്തെ സത്സംഗം പഠിക്കേണ്ടത്. എല്ലാവർക്കും ഇന്നത്തെ സത്സംഗം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കമൻസിലിടുക നിങ്ങളുടെ അഭിപ്രായം. കൂടുതൽ പേരിലേക്ക് ഇത് ഷെയർ ചെയ്യുക, കൂടുതൽ പേരിലേക്ക് എത്തിക്കുക, കൂടുതൽ പേരിലേക്ക് ഭഗവാന്റെ സന്ദേശം എത്തിക്കാൻ അടിയനെ സഹായിക്കുക. നന്നായിട്ട് ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ആചരിക്കാൻ ശ്രമിക്കുക. ഇത് എൻ്റേതായിട്ടുള്ള ഊഹാപോഹങ്ങളല്ല, ആധികാരികമായിട്ടുള്ള ഗുരുശിഷ്യ പരമ്പരയിലൂടെ നമുക്ക് ലഭിച്ച അറിവുകളാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കൂ. ഇതിൻ്റെ ഒരു അംശമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. നാളെ ഭഗവാൻ ഇനി എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, എല്ലാവരും കമൻസിൽ എൻ്റെ സ്വന്തം ഗുരുവായൂരപ്പ എന്ന് ടൈപ്പ് ചെയ്യൂ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.